ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന നമ്മുടെ പോട്ടിൽ ഞാൻ 10 മണി ചെടി നട്ടിരിക്കുന്നതും അതിൻ്റെ കൂടെ ഒരു ഡാലിയ യെല്ലോ കളറിലുള്ള ഒരു ഡാലിയയും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെടികൾ നമുക്ക് ഇതിനകത്തിലിങ്ങനെ ഒരു നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വളർന്നു പോകുന്ന ചെടിയും ഈ ചട്ടിയിൽ തന്നെ വളരും. ഇതിന് രണ്ടിനും കൂടി നമ്മൾ ആവശ്യത്തിനുള്ള വളം ആദ്യമേ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡാലിയയും വളർന്നു, ഡാലിയയിലും മുട്ടുകൾ വന്നിട്ടുണ്ട്, ഈ 10 മണി ചെടിയിലും മുട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിൽ ഈ ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡാലിയ ഉദ്ദേശിക്കുന്ന വലിപ്പത്തിലുള്ള പൂക്കൾ കിട്ടില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. തറയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല വലിയ പൂ കിട്ടുന്ന സമയത്ത് ചട്ടിയിൽ നട്ടാൽ അത്രയും വലിപ്പമുള്ള പൂ നമുക്ക് ലഭ്യമാകാതെ വരും. അപ്പോൾ പല സൗകര്യങ്ങളുള്ളവർ കൂടുതലും ഈ തറയിൽ നടുന്നതായിരിക്കും നല്ലത്. ഡാലിയയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിൻ്റെ കിഴങ്ങുകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്, തണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിനകത്തിൽ ഞാൻ പോട്ടിങ് ആയിട്ട് മിശ്രിതമായിട്ട് ഉപയോഗിച്ചിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ മണ്ണ്, ആവശ്യത്തിന് മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ട് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിനകത്തിൽ 10 മണി എന്ന് പറയുന്നത് രണ്ട് കളറാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറും അതേപോലെ തന്നെ ഓറഞ്ച് കളറുമാണ് 10 മണി നട്ടിരിക്കുന്നത്. ഇതാണ് ഓറഞ്ച് കളറിലുള്ള മുട്ടാണ്. ഇത് നമ്മുടെ മഞ്ഞയുടെ മുട്ടുമാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗാർഡൻ ടിപ്പുകളും ചെടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ലഭിക്കുന്നതിനുമായിട്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.